സൂര്യനായകനായി പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് റെട്രോ. കാർത്തിക് സുബരാജ് സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ദൈർഘ്യം 2 മണിക്കൂറും 48 മിനിറ്റുമാണ്. ചിത്രത്തിന്റേതായി പുറത്തുവരുന്ന ഓരോ അപ്ഡേറ്റുകളും പ്രേക്ഷകർക്കിടയിലും സോഷ്യൽ മീഡിയകളിലും വലിയ രീതിയിൽ തരംഗമാവുകയാണ്. ഇപ്പോഴത്തെ റെട്രോയുടെ കേരള പ്രൊമോഷന്റെ ഭാഗമായി സൂര്യയും പൂജ ഹെഗ്ഡെയും കാർത്തിക് സുബരാജും നാളെ കേരളത്തിലെത്തുന്നുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. നാളെ വൈകിട്ട് 6 മണിക്ക് തിരുവനന്തപുരം ലുലു മോൾ ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിലാണ് സിനിമയുടെ പ്രീ ലോഞ്ച് ഇവന്റ് നടക്കുക. ഇവർക്കൊപ്പം സിനിമയിലെ മറ്റ് അഭിനേതാക്കളും മലയാളി താരങ്ങളായ ജോജു ജോർജ്, ജയറാം തുടങ്ങിയവരുമുണ്ടാകും. മെയ് 1-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നത്. അൽഫോൻസ് പുത്രൻ എഡിറ്റ് ചെയ്ത് നേരത്തെ പുറത്തിറങ്ങിയ റെട്രോ സിനിമയുടെ ട്രെയിലർ 21 മില്യൺ കാഴ്ചക്കാരുമായി ഇപ്പോഴും ട്രെൻഡിംഗ് ലിസ്റ്റിലുണ്ട്. ചിത്രത്തിൽ അല്പം വയലൻസും പ്രതീക്ഷിക്കാമെന്നാണ് സെൻസറിംഗ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. റെട്രോ ഒരു ഗാങ്സ്റ്റർ സിനിമയല്ലെന്നും പ്രണയകഥയാണ് പറയുന്നതെന്നും കാർത്തിക് സുബരാജ് വ്യക്തമാക്കിയിരുന്നു. 90കളുടെ സ്റ്റൈലിൽ പുറത്തിറങ്ങുന്ന ചിത്രം ഏവരും ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. പൂജ ഹെഗ്ഡെയാണ് ചിത്രത്തിലെ നായിക. ജോജു ജോർജ്, ജയറാം, കരുണാകരൻ, നാസർ, പ്രകാശ് രാജ്, സുജിത് ശങ്കർ, തരക് പൊന്നപ്പ, തമിഴ്, കൃഷ്ണകുമാർ ബാലസുബ്രഹ്മണ്യൻ, പ്രേംകുമാർ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശ്രേയസ് കൃഷ്ണ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ് നാരായണനാണ്. ജാക്കിയും മായപാണ്ടിയുമാണ് കലാസംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. കങ്കുവയാണ് ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ സൂര്യനായകനായി എത്തിയ ചിത്രം. ചിത്രമന്ന് ആഗോളതലത്തിൽ 100 കോടി ക്ലബിലെത്തിയിരുന്നു. സിരുതേ ശിവയാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ടൈറ്റിൽ റോളിലായിരുന്നു കങ്കുവയിൽ സൂര്യയുണ്ടായിരുന്നത്. വെട്രിവേൽ പളനിസ്വാമി ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം ദേവിശ്രീ പ്രസാദാണ് നിർവഹിച്ചത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.